അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡേറ്റ ഫ്രെയിംസ് ആണ്. ഡേറ്റ ഫ്രെയിംസ് ഇൻ ആർ ലാംഗ്വേജ്. നിങ്ങൾക്ക് ഓൾറെഡി ഡേറ്റ ഫ്രെയിംസ് ആയിട്ട് നിങ്ങൾ ഫെമിലിയർ ആണ്. മെഷീൻ ലേണിങ്ങിനകത്ത് നിങ്ങൾ ലാബ്സിലൊക്കെ നിങ്ങൾ ഡേറ്റ ഫ്രെയിംസും ഡേറ്റ സെറ്റ്സും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത്. Data frame in our language are generic data objects of R that are used to store tabular data. അതായത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ആർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡേറ്റ അനലറ്റിക്സ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ അപ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ടാബുലാർ ഫോമിൽ ടേബിൾസ് ആയിട്ടാണ് നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. Data frames can also be interpreted as matrices, where each column of a matrix can be of different data types. അതായത് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ ഫ്രെയിമിന് ഒരു മെട്രിക്സ് ആയിട്ട് പറയാം. പക്ഷേ ഈ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസ് ആയിരിക്കും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മെട്രിക്സിൻ്റെ ഡേറ്റ ഫ്രെയിമിൻ്റെ ബേസിക് ഡിഫറൻസ് മനസ്സിലാവും. മെട്രിക്സിനകത്തിരിക്കുന്നത് സെയിം ഡേറ്റ ടൈപ്പും ഡേറ്റ ഫ്രെയിംസിനകത്തുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സും ആയിരിക്കും. Our data frame is made up of three principal components: data, row and columns. അപ്പം ഒരു ഡേറ്റ ഫ്രെയിമിൻ്റെ ബേസിക് ആയിട്ടുള്ള 3 കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് റോ, കോളം, ദെൻ ഡേറ്റ. അപ്പം നമ്മൾ ഓൾറെഡി അത് ആ ഫിഗറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കോളംസ് ഏതാണെന്നുള്ളത്, റോസ് ഏതാണെന്നുള്ളത് ആൻഡ് ഡേറ്റാസ്. ഓക്കെ, next, how we could create a data frame. Creating data frame in our programming language, we use data.frame function. നമുക്ക് ഇതിനകത്ത് മിക്ക ഫങ്ഷൻസും വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. കാര്യം എന്താണോ ആ ഫങ്ഷൻ അതിനോട് സാമ്യമുള്ള ആ സെയിം നെയിം തന്നെ ആയിരിക്കും അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനുള്ളത്. ഇവിടെ തന്നെ നമുക്കൊരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫങ്ഷന്റെ പേരും സെയിം തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്നുള്ളത് data.frame എന്ന് വരുന്നത് മാത്രം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള വെക്റ്റേഴ്സ്. കാര്യം നമ്മൾ ഡേറ്റാസിനെല്ലാം വെക്റ്റേഴ്സ് കമ്പൈൻഡ് ഫങ്ഷൻ അല്ലെ സി ഓഫ് എന്നും പറഞ്ഞാണ് നമ്മൾ ഡേറ്റാസിനെ എല്ലാം എൻ്റർ ചെയ്യുക. വെക്റ്റേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡേറ്റാസിനെ എല്ലാം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഡേറ്റ ഫ്രെയിമിനകത്തോട്ട് നമ്മൾ ആ വെക്റ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ഡോട്ട് ഡേറ്റ. ഇതാണ് നമ്മുടെ ഡേറ്റ ഫ്രെയിമിന്റെ പേര്, ഫ്രണ്ട് ഡോട്ട് ഡേറ്റ. ഓക്കെ, ഗെറ്റ്സ് നമ്മുടെ ഓപ്പറേറ്റർ, ഗെറ്റ്സ് ഓപ്പറേറ്റർ ആണിത്. ഗെറ്റ്സ് ഡേറ്റ ഫ്രെയിം, ഇവിടെയാണ് നമ്മൾ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഡേറ്റ ഫ്രെയിം എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് പാസ് ചെയ്ത് വിടുന്നു. സോ നമ്മൾ ആദ്യം അതിൻ്റെ കോളം നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് കോളത്തിന് നെയിം എന്താണ്? ഫ്രണ്ട് ഐ ഡി. ഇനി ആ കോളത്തിൽ വരേണ്ട വാല്യൂസ് 1 to 5. അതൊരു സി ഫംഗ്ഷൻ യൂസ് കമ്പൈൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ കൊടുത്തേക്കുവാണ്. ഫ്രണ്ട് ഐ ഡി എന്ന് പറയുന്നത് C1 to 5. അടുത്ത സെക്കൻഡ് കോളത്തിന്റെ പേരാണ് ഫ്രണ്ട് നെയിം. അതിനകത്ത് വരേണ്ട വാല്യൂസും നമ്മൾ എന്ത് വെച്ച് കൊടുത്തു? കമ്പൈൻ ഫംഗ്ഷൻ വെച്ച് കൊടുത്തു. നെയിം ആയതുകൊണ്ട് ഡബിൾ കോഡ്സിനകത്ത് പേരുകളെല്ലാം നമ്മൾ പാസ് ചെയ്ത് വിടുന്നു. നെക്സ്റ്റ്, സ്ട്രിങ് ആസ് ഫാക്ടേഴ്സ് ഈക്വൽ ടു ഫോൾസ്. എന്താ നമ്മൾ നെയിംസ് കൊടുത്തു. ദെൻ സ്ട്രിങ് as ആർക്സ് സ്ട്രിങ് as ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തു. ഈ സ്ട്രിങ് as ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുക്കാനായിട്ട് സ്ട്രിങ് as ഫാക്ടേഴ്സ് എന്താണ് ആദ്യം അറിയണം. ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ എന്താ കൊടുക്കുന്നത്? ഡേറ്റ ഫ്രെയിം ആണ്. ഡേറ്റ ഫ്രെയിംസിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഡേറ്റാസിനെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് ഫാക്ടേഴ്സ് എന്നുള്ളത്, അല്ലെ? കാറ്റഗറിക്കൽ വാല്യൂ ആണ്. അതായത് മെയിൽ ഓർ ഫീമെയിൽ കാറ്റഗറീസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഡേറ്റാസിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആ ഒരു നമ്മുടെ കൊടുക്കുന്ന കോളം അല്ലെങ്കിൽ നമ്മൾ ആ കോളം വാല്യൂസിനെ ഒരിക്കലും കാറ്റഗറിക്കൽ വാല്യൂ ആക്കരുത് എന്ന് പറയാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്ട്രിങ് ഫാക്ടേഴ്സ് എന്ന് കൊടുക്കുന്നത്. സ്ട്രിങ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ഫോൾസ് എന്ന് നമ്മളവിടെ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കൺവേർഷൻ അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല.
ഡിഫോൾട്ടായിട്ട് അത് അങ്ങനെ ആയിരിക്കും വരിക. എന്നാലും നമ്മളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് സ്ട്രിംഗസ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡേറ്റ ഫ്രെയിം, നമ്മുടെ ഡേറ്റ ഫ്രെയിമിൻ്റെ പേരെന്തായിരുന്നു? ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്നായിരുന്നു നമ്മുടെ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര്. അതിന് നമ്മളവിടെ പ്രിന്റ് ചെയ്യിച്ചു. പ്രിന്റ് ചെയ്യിച്ചപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് ഫ്രണ്ട് ഐ ഡി. നമ്മുടെ ഡേറ്റ ഫ്രെയിം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതിനൊരു ഇൻഡെക്സിങ് വരുന്നുണ്ട്, 1 2 3 4 5 എന്നുള്ളത്. നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം ഡിഫോൾട്ടായിട്ട് അതങ്ങനെ വരുന്നതാണ്. ദെൻ ഫ്രണ്ട് ഐ ഡി നമ്മൾ 1 to 5 ആണ് കൊടുത്തത്. സോ താഴോട്ട് അത് ലിസ്റ്റ് ചെയ്ത് 1 2 3 4 5 എന്ന് വരുന്നു. ഫ്രണ്ട് നെയിം അതും അങ്ങനെയാണ്, നമ്മൾ കൊടുത്ത പേരുകൾ അതേ ഓർഡറിൽ താഴോട്ട് വരുന്നു. ഇങ്ങനെയാണ് സിംപ്ലി നമ്മളൊരു ഡേറ്റ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ. ദ സ്ട്രക്ചർ ഓഫ് ദ ആർ ഡേറ്റ ഫ്രെയിം. നമുക്കൊരു ആർ ഡേറ്റ ഫ്രെയിമിൻ്റെ പ്രോപ്പർ സ്ട്രക്ചർ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫങ്ഷൻസ് ഉണ്ട്. STR സ്ട്രക്ചറിൻ്റെ ഒരു ഷോർട്ടാണ് STR ഫങ്ഷൻ എന്നുള്ളത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, and it provide one liner in output for the basic R objects, letting the user know about the objects and its constraints. ഇവിടെ ഒബ്ജക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓരോ കോളംസ് ആണ്. ഓരോ കോളം ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡേറ്റയാണ്. സോ ഇപ്പോൾ ID ആണെങ്കിൽ ID നെയിം ആണ് വരുന്നതെങ്കിൽ ID അവിടുത്തെ ഒരു ഒബ്ജക്റ്റ് ആണ്, നെയിം മറ്റൊരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ക്രിയേറ്റിംഗ് എ ഡേറ്റ ഫ്രെയിം. നേരത്തെ ചെയ്ത അതേ ഡേറ്റ ഫ്രെയിമാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ് കേട്ടോ. ഫ്രണ്ട് ID, അതുപോലെ തന്നെ ഫ്രണ്ട് നെയിം, ദെൻ 1 സെക്കൻഡ്. ഓക്കെ, ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു, ഒറ്റ ലൈനിലോട്ടാക്കി. നമ്മുടെ ഫ്രണ്ട് ഡേറ്റ സെയിം മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡേറ്റ ഫ്രെയിമിൻ്റെ പേര്, ഫസ്റ്റ് കോളം ഫ്രണ്ട് ID, സെക്കൻഡ് കോളം ഫ്രണ്ട് നെയിം. ഇതാണ് നമ്മുടെ, അതായത് ഇത് തന്നെയാണ് നമ്മുടെ ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഒരു ഔട്ട്പുട്ട് വന്നതാണ്, ഇതാണ് നമ്മുടെ ഡേറ്റ ഫ്രെയിം. ഇതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ STR ഓഫ് കണ്ടോ പ്രിന്റ് ചെയ്യുക. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? സ്ട്രക്ചർ ഓഫ് ഈ ഡേറ്റ ഫ്രെയിം, ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിമിന്റെ സ്ട്രക്ചർ പ്രിന്റ് ചെയ്യാം. സ്ട്രക്ചർ പ്രിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ടിനകത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഡേറ്റ ഫ്രെയിം പറഞ്ഞു, നമ്മുടെ ഡേറ്റ ഫ്രെയിമിനകത്ത് 5 ഒബ്സർവേഷൻസ് ആണുള്ളത് ഓഫ് 2 വേരിയബിൾസ്. 2 വേരിയബിളുകളുടെ 5 ഒബ്സർവേഷൻസ്. അതായത് 2 വേരിയബിൾ ആരൊക്കെയാണ്? നമ്മുടെ 2 ഒബ്ജക്ട്സ് ആണ്. അത് ആരൊക്കെയാണ്? ഫ്രണ്ട് ID ആൻഡ് ഫ്രണ്ട് നെയിം. ഇതിന്റെ അപ്പം ആ 5 ഒബ്സർവേഷൻസ്, അപ്പോൾ ആ 2 വേരിയബിൾ വെച്ചിട്ടുള്ള 5 ഒബ്സർവേഷൻസ് ആണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ID ആയിരിക്കും. അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്, 1 2 3 4 5 ആണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. സെക്കൻഡ് വേരിയബിൾ എന്ന് പറയുന്നത് ഫ്രണ്ട് നെയിം ആണ്, അതൊരു ക്യാരക്ടർ വേരിയബിൾ ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നെയിംസ് ആയിട്ടുള്ള സച്ചിൻ, സൗരവ്, ദ്രാവിഡ്, സേവാഗ്, ഈ വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇനിയൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നള്ളെന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡോട്ട് 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 ആണ് കാണിക്കുന്നത്, മൊത്തം ലിസ്റ്റ് ഇല്ല, എന്തൊക്കെയാണെന്നുള്ള സ്റ്റാർട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ദെൻ പിന്നെ അങ്ങോട്ട് ഡേറ്റ ഒന്നുമില്ല. സോ നള്ളെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് അത് തീർന്നു, അത്രേ ഉള്ളൂ. ഇനി മുന്നോട്ടൊന്നുമില്ല, നള്ളായിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലായോ? നമ്മുടെ ഡേറ്റ ഫ്രെയിം എന്താന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന. ഇന്റേണൽ സ്ട്രക്ചർ എന്താണ്, ഡേറ്റ ഫ്രെയിമിനകത്ത് ഡേറ്റസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമുക്ക് ഡേറ്റ ഫ്രെയിമിന്റെ സമ്മറി എടുക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഡേറ്റ ഫ്രെയിം അല്ല, ആർ പ്രോഗ്രാമിങ്ങിൽ നമ്മുടെ ഫംഗ്ഷൻസിന്റെയും അതിന്റെ ഒബ്ജക്റ്റീവ്, അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയും എല്ലാം നെയിം സെയിം ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ സമ്മറിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സമ്മറി ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഇസ് എ ജനറിക് ഫംഗ്ഷൻ യൂസ് ടു പ്രൊഡ്യൂസ് റിസൾട്ട് സമ്മറീസ് ഓഫ് ദ റിസൾട്ട് ഓഫ് വേരിയസ് മോഡൽ ഫിറ്റിംഗ് ഫംഗ്ഷൻസ്. Functions invoke particular method which depends on the class of the first argument. അപ്പം നമ്മൾ
ഇൻവോക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന ഫസ്റ്റ് ആർഗ്യുമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പം എന്തിനു വേണ്ടി നമുക്ക് ഓവറോൾ ഒരു സമ്മറി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡിങ്ങിൻ്റെ നമ്മുടെ ഒരു ഡേറ്റ ഫ്രെയിമിന്റെ ഓവറോൾ സമ്മറി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണത് സംഭവം, നമ്മുടെ ഡേറ്റ ഫ്രെയിം എന്താണെന്ന് ഒന്ന് സമ്മറൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സമ്മറി ഫംഗ്ഷൻ. സോ സെയിം പ്രോഗ്രാം തന്നെയാണ്, കോഡ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല, നേരെ ഒറ്റ ലൈനിൽ എഴുതിയില്ലേ ഇങ്ങനെ താഴെ എഴുതിയാലും കോഡ് വർക്കാവും. സോ ഞാൻ ആ സ്പേസിന്റെ ഒരു പ്രശ്നം മൂലമാണ് ഇങ്ങനെ താഴെ എഴുതിയിരിക്കുന്നത്. ദെൻ പ്രിന്റ് നമ്മളിവിടെ നോക്കുക, കുറച്ച് മുമ്പ് സ്ട്രക്ചറിന് പകരം ഇവിടെ കീവേഡ് മാറി വന്ന് സമ്മറി എന്ന് വന്നു. ആ ഒരു വ്യത്യാസമേ രണ്ട് കോഡും തമ്മിലുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഫ്രണ്ട് ഐ ഡിയുടെ നോക്കാം. ഫ്രണ്ട് ഐ ഡിയുടെ മിനിമം 1, മാക്സിമം 5. ഇവിടെ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഇതിന്റെ മിനിമം വാല്യൂ, ഇതിന്റെ മാക്സിമം വാല്യൂ, ദെൻ ഫസ്റ്റ് ക്വാർട്ടൈൽ ആൻഡ് തേർഡ് ക്വാർട്ടൈൽ, അതായത് ദെൻ മീഡിയൻ. അപ്പം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആദ്യം മിനിമം, ദെൻ സെക്കൻഡ് ക്വാർട്ടൈൽ, ഫസ്റ്റ് ക്വാർട്ടൈൽ, ദെൻ മീഡിയൻ, ദെൻ തേർഡ് ക്വാർട്ടൈൽ, ദെൻ മാക്സിമം വാല്യൂ. അതായത് 5ആയിട്ട് നമുക്ക് 5 നമ്പേഴ്സ് ആണുള്ളതെങ്കിൽ 1, 2, 3, 4, 5. ഇതിൽ ഫസ്റ്റ് വാല്യൂ ലാസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ, ലാസ്റ്റ് വാല്യൂ മാക്സിമം വാല്യൂ 5. ഇത്രയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ മീഡിയൻ ആയാലും നിങ്ങൾക്ക് മനസ്സിലായി. 1, 2, 3, 4, 5 ആ സെന്റർ പാർട്ട് എന്ന് പറയുന്നത്, ആ നടുക്കത്തെ ആള് എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ആണ്. അതായത് നടുക്കത്തെ 50%, അതിന്റെ പകുതി, ഡേറ്റയുടെ പകുതി വരുന്നയാളാണ് ഈ 3 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള, അതായത് പുതുതായിട്ടുള്ള 2 ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലും തേർഡ് ക്വാർട്ടറിലുമാണ്. നമ്മൾ ഇതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്, അതായത് 1 to 5. അതിനൊരു 100% എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ പാർട്ടും എത്രയായിരിക്കും വരിക? നമ്മൾ 1ഉം 3ഉം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറൈൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലീവ് ഇറ്റ് 1 to 100 എന്നുള്ളത് നിങ്ങളത് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഇത് ഇത്രയും ഓർക്കാം. ഫസ്റ്റ് ക്വാർട്ടറൈൽ എന്ന് പറയുന്നത് 25%, അതായത് നമ്മുടെ ഹോൾ ഡേറ്റയുടെ 25%ഓളം വരുന്ന ഡേറ്റ, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് അതിന്റെ 25% വരെ വരുന്നത് ഏതാണോ അതാണ് ഫസ്റ്റ് ക്വാർട്ടറൈൽ എന്ന് പറയുന്നത്. തേർഡ് ക്വാർട്ടറൈൽ എന്ന് പറയുന്നത് 75% ഓഫ് ദ ഹോൾ ഡേറ്റ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ മിനിമം എന്ന് പറയുന്ന ഏറ്റവും മിനിമം വാല്യൂ, ഫസ്റ്റ് ക്വാർട്ടറൈൽ എന്ന് പറഞ്ഞാൽ ദ ഹോൾ ഡേറ്റയുടെ 25%, അതിൽ ആദ്യത്തെ 25%, മീഡിയൻ ആകുമ്പോൾ 50% വരും. തേർഡ് ക്വാർട്ടറിൽ ആകുമ്പോൾ 75% ഓഫ് ദ ഹോൾ ഡേറ്റ ഫ്രം ദ സ്റ്റാർട്ടിങ്, ആൻഡ് മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ, അതായത് ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ. ഇനി മീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. 1, 2, 3, 4, 5 മീൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 3 ആയിട്ടാണ് വരുന്നത്. അതായത് 1 + 2 + 3 + 4 + 5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് വരുന്നത്. സോ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് നെയിം. ഫ്രണ്ട് നെയിമിനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. അതിന്റെ ലെങ്ത് 5 ആണ് അല്ലെ, 5 പേരുകളാണുള്ളത്. സോ 5 ആണ് അതിന്റെ ലെങ്ത്. അത് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നതാണ്? ക്യാരക്ടർ ക്ലാസ് ആണ്. അതിന്റെ മോഡും ക്യാരക്ടറാണ്. നമ്മളത് ചേഞ്ച് ചെയ്തിട്ടില്ല. സ്ട്രിങ്ങേഴ്സ്, ഫാക്ടേഴ്സ് ഫോൾസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. സോ അതൊരു ക്യാരക്ടർ കോളം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഐ ഡിയിൽ ഈ മിനിമം, ഫസ്റ്റ്, സെക്കൻഡ് ഒക്കെ വരാൻ കാര്യം അതിൽ ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. ഫ്രണ്ട് നെയിമിന്റെ കേസിൽ അതെല്ലാം ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതാണ് ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറൈസേഷൻ അവിടെ വന്നിരിക്കുന്നത്. സമ്മറി എടുത്തപ്പോൾ ഉള്ള വ്യത്യാസം അതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സമ്മറി എടുക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ആ ഓവറോൾ ഡേറ്റയുടെ ഒരു അവലോകനം എന്ന് വേണേൽ പറയും. അതായത് മിനിമം വാല്യൂ 25% ആകുമ്പോൾ അത് എത്രയാണ്, 50% ആകുമ്പോൾ അത് എത്രയാണ്, 75% ആകുമ്പോൾ അത് എത്രയാണ്, 100% ആകുമ്പോൾ അത് എത്രയാണ്. അതാണ് ഒരു ന്യൂമറിക്കൽ വാല്യൂസിന്റെ കിട്ടുന്നതെങ്കിൽ ഒരു ക്യാരക്ടർ ഡേറ്റ കൊടുക്കുന്നതാകുമ്പം അതിന്റെ ഓവറോൾ ലെങ്ത് എന്താണ്, അത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്, അത് ഏത് മോഡിലാണ് കിടക്കുന്നത്, ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും സമ്മറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ആണ് സമ്മറി ഓഫ് ഡേറ്റ ഇൻ R ഡേറ്റ ഫ്രെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡേറ്റ ഫ്രെയിംസിൽ നിന്നും ഹൗ വി കുഡ് എക്സ്ട്രാക്ട് എ ഡേറ്റ.
അപ്പം എക്സ്ട്രാക്ട് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ റോസിനെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കോളത്തിനെ ആക്സസ് ചെയ്യുക. ഇതുകൊണ്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്ന പ്രോസസ്സ് ഒന്നെങ്കിൽ റോ ആക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ കോളം ആക്സസ് ആയിരിക്കും. നമ്മുടെ സെയിം കോഡ് തന്നെയാണ്. നമ്മളവിടെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നോക്കാം. വി ആർ യൂസിങ് ഡോളർ സിമ്പൽ ടു ആക്സസ് എ പർട്ടിക്കുലർ റോ ഓർ കോളം ഫ്രം എ ഡേറ്റ ഫ്രെയിം. അതിൻ്റെ റോസിനെയോ കോളത്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡോളർ സിമ്പിളിന്റെ യൂസ് ആണ് ഇവിടെ എടുക്കുന്നത്. നോക്കിയേ, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ റിസൾട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വേരിയബിളിലേക്കാണ് ഈ ഡേറ്റ ഫ്രെയിം സ്റ്റോർ ചെയ്യാൻ പോണത്. എക്സ്ട്രാക്ട് ചെയ്ത ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. നമ്മൾ ചെയ്യുന്നതാണ്, ആദ്യം നമ്മുടെ ഡേറ്റ ഫ്രെയിമിലേക്ക് പോവാം. ഡേറ്റ ഡോട്ട് ഫ്രെയിം എന്നാണ് നമ്മുടെ ഡേറ്റ ഫ്രെയിമിന്റെ ജനറൽ ഫോർമാറ്റ്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പുതിയൊരു ഡേറ്റ ഫ്രെയിം ആയിരിക്കും. എവിടെ നിന്നുള്ള ഡേറ്റ ഫ്രെയിം? ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിമിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ ഒരു സബ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് എന്നുള്ള രീതി വേണേൽ പറയാം. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് പുതിയ ഡേറ്റ ഫ്രെയിം. അപ്പം ഡേറ്റ ഫ്രെയിമിനകത്ത് അത് ഡേറ്റ ഫ്രെയിം ആണെന്ന് ആദ്യം പറയുന്നു. ദെൻ ആ ഡേറ്റ ഫ്രെയിം എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണ്? ഫ്രണ്ട് ഡോട്ട് ഡേറ്റയിൽ നിന്നും അതിൻ്റെ ഫ്രണ്ട് നെയിം എന്ന് പറയുന്ന ആ കോളത്തിലെ വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്തുണ്ടാക്കുന്ന പുതിയ ഡേറ്റ ഫ്രെയിമാണ് റിസൾട്ട് എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിം. ഒന്നുകൂടെ പറയാം, നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഫ്രെയിം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഡേറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ച്, അപ്പം ആ ഡേറ്റ ഡോട്ട് ഫ്രെയിം, ഈ ഡേറ്റ ഫ്രെയിം എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിം. ആ ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിമിലെ ഏത് കോളത്തിനാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്? ഫ്രണ്ട് നെയിം. സോ നമ്മൾ ഡേറ്റ ഫ്രെയിമിന്റെ പേര് ആദ്യം കൊടുക്കുക, ഡോളർ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ഫ്രെയിമിൽ നിന്നും എടുക്കുന്ന ഡേറ്റ ആണെങ്കിലുള്ള കേസാണ് ഈ പറയുന്നത് കേട്ടോ. ഫ്രണ്ട് ഡോട്ട് ഡേറ്റ ഡോളർ, ഏത് വാല്യൂ ആണോ എടുക്കുന്നത് അതിന്റെ കോളത്തിന്റെ പേര് ഫ്രണ്ട് നെയിം. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ ഡേറ്റ ഫ്രെയിമിനെ പ്രിന്റ് ചെയ്യിക്കണം. റിസൾട്ട്, പ്രിന്റ് ഓഫ് റിസൾട്ട് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന നോക്കി, ഫ്രണ്ട് ഡോട്ട് ഡേറ്റ, ഇത് നമ്മുടെ ഡേറ്റ ഫ്രെയിമിന്റെ പേരാണ്. ഡോട്ട് ഫ്രണ്ട് നെയിം, ഇതാണ് നമ്മുടെ കോളത്തിന്റെ നെയിം വരുന്നത്. അവിടെ ആരൊക്കെ വരും? നമ്മുടെ ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിമിൽ ആ ഒരു പെർട്ടിക്കുലർ കോളം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ 1 2 3 4 5 എന്ന് പറയുന്ന ഡിഫോൾട്ട് ഇൻഡെക്സിംഗ് ആണ്. ഒരിക്കലും അത് ഫ്രണ്ട് ഐ ഡി അല്ല. ഡൗട്ട് വരാം, കാര്യം ഫ്രണ്ട് ഐ ഡി നമ്മൾ 1 to 5 കൊടുത്തു, ഡിഫോൾട്ട് ആയിട്ടുള്ള ഇൻഡെക്സിങ്ങും 1 to 5 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ഇവിടെ ഫ്രണ്ട് ഐ ഡി എന്ന് പറയുന്ന ഒരു കോളം നെയിം ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഒരു കോളം നെയിമേ ഉള്ളൂ, ഫ്രണ്ട് നെയിം. ഫ്രണ്ട് നെയിമിന്റെ മുന്നിൽ ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് വരാൻ കാര്യം എന്താണ്? നമ്മൾ ഫ്രണ്ട് ഡോട്ട് ഡേറ്റയിൽ നിന്നാണ് വാല്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. സോ ആ ഒരു കോളം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇതൊരിക്കലും ഒരു വാല്യൂസ് അല്ല കേട്ടോ. 1 2 3 4 5 എന്ന് പറയുന്നത് നമ്മുടെ ഐ ഡി അല്ല, അത് ഡിഫോൾട്ട് ഇൻഡെക്സിംഗ് ഡേറ്റ ഫ്രെയിം ആണ്. ഓക്കെ, ഇതാണ് ഹൗ ടു എക്സ്ട്രാക്ട് ഡേറ്റ ഫ്രം ഡേറ്റ ഫ്രെയിം കൊണ്ട് ഡേറ്റാസ് ഫ്രം ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പാൻഡിങ് ദ ഡേറ്റ ഫ്രെയിം. എക്സ്പാൻഡിങ് ദ ഡേറ്റ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മൾ ഡേറ്റ ഫ്രെയിമിനെ വലുതാക്കുക. നമ്മൾ ഡേറ്റ ഫ്രെയിമിനെ വലുതാക്കണമെങ്കിൽ ഒന്നേ റോസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കോളംസ് ആഡ്. ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ ഫ്രെയിമിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, അല്ലേ? സോ നമുക്ക് നോക്കാം, നമ്മൾ ഇവിടെ കോളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഡേറ്റ ഫ്രെയിം കൊടുത്തു, സെയിം ഡേറ്റ ഫ്രെയിം ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഡേറ്റ ഫ്രെയിമിന് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എക്സ്പാൻഡ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊരു ഫീൽഡ് ആഡ് ചെയ്തു. നിങ്ങൾ ഔട്ട്പുട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് പുതുതായിട്ട് വന്ന ഫീൽഡ് ഏതാണ്? ലൊക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡാണ് പുതുതായിട്ട് വന്നത്. എവിടോട്ടാണ് വരുന്നത്? ഫ്രണ്ട് ഡോട്ട് ഡേറ്റയിലേക്ക്. സോ നേരത്തെ പോലെ തന്നെ ഫ്രണ്ട് ഡോട്ട് ഡേറ്റ നമ്മൾ കൊടുക്കുക. നമ്മൾ ഏത് ഡേറ്റ ഫ്രെയിമിലോട്ടാണ് ആഡ് ചെയ്യുന്നത് അതിന്റെ പേര് കൊടുക്കുക. ഡോളർ എന്ത് കൊടുക്കുക? പുതിയ ഫീൽഡ് നെയിമും കൊടുക്കുക. ഓക്കെ, സോ ഫ്രണ്ട് ഡോട്ട് ഡേറ്റ ഡോളർ ലൊക്കേഷൻ. അപ്പൊ നമുക്കിവിടെ ഒരു പുതിയ ഫീൽഡ് ക്രിയേറ്റ് ആയി. ഏതാണ്? ലൊക്കേഷൻ. നമ്മുടെ പുതിയ ഫീൽഡ്, പുതിയ കോളം ക്രിയേറ്റ്, ലൊക്കേഷൻ. ഇനി അതിനകത്തോട്ടുള്ള വാല്യൂസ് പാസ് ചെയ്യുക. അത് സാധാരണ പാസ് ചെയ്യുന്ന പോലെ തന്നെ സി വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. കമ്പൈൻ ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ പാസ് ചെയ്യുന്നു. എന്താണ്? കൊൽക്കത്ത, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ് ആൻഡ് ചെന്നൈ. അപ്പൊ ആ പേരുകൾ താഴോട്ട് ലിസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മറ്റൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഫ്രണ്ട് ഡോട്ട് റിസൾട്ടന്റ് ഗെറ്റ്സ് ഫ്രണ്ട് ഡോട്ട് ഡേറ്റ.
അതായത് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഡേറ്റ നമ്മൾ പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റിസൾട്ടിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പുതിയ ഡേറ്റ ഫ്രെയിമാണ് ഈ കാണുന്നത്. ഓക്കെ, ഓക്കെ. ഇവിടെ ഈ പ്രിന്റ് ഓഫ് റിസൾട്ടൻ്റ്, നമ്മളിപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിളാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പം അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്തും കൂടെ ചെയ്യാം. ഇപ്പം ഡയറക്റ്റ് നമുക്ക് ഈ ഡാറ്റ ഫ്രെയിമിനെ അങ്ങ് പ്രിന്റ് ചെയ്യിക്കുകയും ചെയ്യും. എന്നാലും സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും വരിക കേട്ടോ. സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും വരുന്നത്. നമുക്കിത് കമന്റ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് പ്രിന്റ് ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്, സെയിം ഔട്ട്പുട്ട് ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. നമ്മൾ നമ്മുടെ ഡാറ്റ ഫ്രെയിമിനെ ഒരു കോളം കൂടെ ആഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, then the next section is sectional next topic is access item in our data frame. How to access the items in our data frame? എങ്ങനെ നമുക്ക് ഡേറ്റ ഫ്രെയിമിനകത്തും ഡേറ്റാസിനെ ആക്സസ് ചെയ്യും. നമ്മൾ അറേക്കകത്തുനിന്ന് ഡേറ്റാസിനെ ആക്സസ് ചെയ്തു, മെട്രിക്സിനകത്തുനിന്ന് ഡേറ്റാസിനെ ആക്സസ് ചെയ്തു അല്ലേ. ഇനി ആർ ഡേറ്റ ഫ്രെയിമിനകത്ത് എങ്ങനെയായിരിക്കും നോക്കാം. നമുക്കതിന് എന്തൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് സിംഗിൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യാം, ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാം, സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യും. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ സെയിം ഡേറ്റ ഫ്രെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്സസ് ഐറ്റം യൂസിങ്, ആദ്യം സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് എങ്ങനെ ആക്സസ് ചെയ്യുന്ന നോക്കാം. ഫ്രണ്ട് ഡോട്ട് ഡേറ്റ, ആദ്യം നമ്മൾ ഡേറ്റ ഫ്രെയിമിന്റെ പേര് പറയുക, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1 എന്ന് കൊടുക്കുമ്പോൾ അതെന്താ തരുന്നത്, ആക്സസിങ് ദ ഐറ്റംസ് ഫ്രം ആദ്യത്തെ കോളത്തിൽ ആരായിരുന്നു കടന്നിരുന്നത്, ഫ്രണ്ട് ഐ ഡി ആണ്. 1 2 3 4 5 എന്നും പറഞ്ഞ് നമുക്കത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരും. ഇതാണ് ഫസ്റ്റ് ഔട്ട്പുട്ട് കേട്ടോ. ആദ്യത്തെ ഔട്ട്പുട്ടാണ് ഈ കാണിക്കുന്നത്. മറ്റേ 1 2 3 4 5 രണ്ട് പ്രാവശ്യം വന്നിരിക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡേറ്റ ഫ്രെയിമിനകത്ത് ഇൻഡെക്സിങ് മെൻഷൻ ചെയ്ത് പോകുന്നതാണത്. സെക്കൻഡ് കേസ് ഡബിൾ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. നോക്കാം, ഫ്രണ്ട് ഡോട്ട് ഡേറ്റ നമ്മുടെ ഡേറ്റ ഫ്രെയിം, ഡബിൾ ബ്രാക്കറ്റിനകത്ത് നമ്മളൊരു പേരും കൂടെ പാസ് ചെയ്യാണ്, ഫ്രണ്ട് നെയിം. അങ്ങനെ പാസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സച്ചിൻ, സൗരവ്, ദ്രാവിഡ്, സേവാഗ് ആൻഡ് ധോണി അല്ലേ. എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ പേര് വെച്ച് ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഡബിൾ ബ്രാക്കറ്റിനകത്ത് നമ്മൾ പേര് വെച്ച്, അതായത് കോളത്തിന്റെ പേര് കൊടുത്തപ്പോൾ കോളത്തിലെ ഡേറ്റാസിനെ മൊത്തം അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തന്നു. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നതാണ്. ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം ചെയ്താൽ മതി, ഫ്രണ്ട് ഡേറ്റ ഡോട്ട് ഡോളർ കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക, ആ കോളത്തിന്റെ പേര് കൊടുക്കുക. കോളത്തിന്റെ പേര് കൊടുക്കുമ്പോൾ അത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരും 1 2 3 4 5 എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു മേജർ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ്, സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമാണ് ഒരു ഡേറ്റ ഫ്രെയിമിനെ ഔട്ട്പുട്ടായിട്ട് തരുന്നത്. ബാക്കി ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റും ഡോളർ സിമ്പിൾ നമുക്ക് തരുന്നത് എന്താണ്, ഒരു വെക്റ്റർ ഔട്ട്പുട്ടാണ് തരുന്നത് അല്ലെ. ഇത് ഡേറ്റ ഫ്രെയിം ആയിട്ട് തന്നെയല്ലേ വന്നേക്കുന്നത്, അതായത് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്, വെക്റ്റർ ആയിട്ടാണ്. ഡോളറിനകത്ത് നമുക്ക് വെക്റ്റർ ആയിട്ടായിരിക്കും മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതാണ് മൂന്ന് പേരും തമ്മിലുള്ളൊരു ഡിഫറൻസ്. മൂന്ന് പേരല്ല, രണ്ട് പേര് തമ്മിലുള്ള ഡിഫറൻസ്. സ്ക്വയർ ബ്രാക്കറ്റ് മാത്രം ഡേറ്റ ഫ്രെയിം തരുന്നു, ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റും ഡോളറും നമുക്ക് തരുന്നത് വെക്റ്റർ ഔട്ട്പുട്ട്സ് ആയിരിക്കും.